എല്ലാവരും വളരെ കാം പാരന്റ് ആണ് അൺടിൽ ദ ചൈൽഡ് ഡിഡ് സംതിങ്. ലെറ്റ് സീ ദ ഡിഫറൻസ്. ഇപ്പോൾ ഒരു നോർമൽ പാരന്റ് എങ്ങനെയാണ് പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ ആക്ട് ചെയ്യുന്നതെന്നും മോണ്ടിസറി വേ അല്ലെങ്കിൽ ഫിലോസഫി ഫോളോ ചെയ്യുന്ന ഒരു പാരന്റ് എങ്ങനെയായിരിക്കും ആ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, നമ്മുടെ കുട്ടി ഒരു ഗ്ലാസ് വെള്ളം തട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു നോർമൽ പാരന്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ കാണുന്നതാണെങ്കിൽ, ഷോ വെള്ളം നശിപ്പിച്ചു അല്ലേ, അവിടെ മൊത്തം നശിപ്പിച്ചു, ഇനി ഇത് എത്രയും വൃത്തിയാക്കണം, നിനക്കൊന്ന് ശ്രദ്ധയോടെ ചെയ്തൂടെ, നിനക്കല്ലെങ്കിലും ഒരു ശ്രദ്ധയും ഇല്ല എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് കുട്ടികളെ കുറ്റപ്പെടുത്തുകയാണ്. അതേസമയം നമ്മൾ മോണ്ടിസറി ഫിലോസഫി അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഫസ്റ്റ് നമ്മൾ അക്നോളജ് ചെയ്യുക, ഓക്കെ വെള്ളം തട്ടിയിട്ടു അല്ലേ, അപ്പൊ നമുക്ക് ഇനി അടുത്ത് എന്ത് ചെയ്യാൻ പറ്റും മോനെ, വാട്ട് ഷുഡ് വി ഡു എന്നുള്ളൊരു പ്രോബ്ലം സോൾവിങ് മെന്റാലിറ്റി അവിടെ നമ്മൾ കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുട്ടികളോട് കൃത്യമായിട്ട് കാര്യം കൺവേ ചെയ്യാം. ഓക്കെ, നമുക്കിത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം, അപ്പൊ അതിന് നമുക്ക് എന്ത് വേണം, ഒരു ക്ലോത്ത് വേണം, ഓക്കെ, നമുക്കത് പോയി എടുത്തിട്ട് വരാം എന്നുള്ള രീതിയിൽ അവരെയും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്ത് ആ ഒരു പ്രശ്നം സോൾവബിൾ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണിച്ചു കൊടുക്കുക. ഇനി രണ്ടാമതൊരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഷൂസ് അവർ ടൈ ചെയ്യുന്ന സമയത്ത് മിക്ക കുട്ടികളും അവരുടെ ചെരുപ്പ് മാറിയാണ് ഇടാറല്ലേ, വലത്തെ കാലിടേണ്ടത് ഇടതു വലതും ഒക്കെ ആവാറുണ്ട്. ആ ഒരു സമയത്ത് നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, സമയമായി ഒന്ന് വേഗം ചെയ്യ്, എന്ത് ഇത് തെറ്റ അങ്ങനെയല്ല അത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് നമ്മളൊരു റഷ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കുട്ടികൾ ഭയങ്കരമായിട്ട് പാനിക്കായിട്ട് അവരെന്ത് പറ്റും, ചിലപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കും. അതേസമയം ഒരു മോണ്ടിസറി പാരന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും അപ്രോച്ച് ചെയ്യുക. എന്ത് പറ്റി മോനെ, നിന്റെ കാൽ എന്തെങ്കിലും അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടോ, നിനക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടോ, എന്താണ് നിന്റെ ബോഡി നിന്നോട് പറയാൻ ശ്രമിക്കുന്നത്, ആ ഒരു ഷൂസ് ഇട്ടിരിക്കുന്നത് റൈറ്റ് ഫൂട്ടിലല്ല അല്ലേ, അപ്പൊ നമുക്കത് പ്രോപ്പറായിട്ട് ഇടാം, മോനൊന്നും കൂടെ അഴിച്ചേ, അമ്മയും കൂടെ ഗൈഡ് ചെയ്യാം അല്ലെങ്കിൽ അച്ഛനും കൂടെ ഗൈഡ് ചെയ്യാം എന്നായിരിക്കും നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യുക. ഇനി തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുട്ടികൾ വളരെ പതുക്കെ കഴിക്കുകയാണ്. ചിലപ്പോൾ അവർക്ക് അതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ബേസിക്കലി ചുമ്മാ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ നോർമലി എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക, ഒന്ന് വേഗം കഴിക്കുക, ഇതിനേക്കാളും സ്പീഡായിട്ട് കഴിക്കുമല്ലോ, എന്താണ് എപ്പോഴും എന്തെങ്കിലും വേണം, എന്നാ മൊബൈല് വേണോ, എന്നാലും വേഗം കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ആ കുട്ടിയെ കൊണ്ട് അത് വേഗം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. പക്ഷെ പ്രോപ്പറായിട്ട് റീസണിങ് ഇല്ല. ഇതേ സമയം ഒരു മോണ്ടിസറി പാരന്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഈ കുട്ടിയോട് ഈ സിറ്റുവേഷൻ കൺവേ ചെയ്യുക, വാട്ട് ഹാപ്പൻഡ്, എന്ത് പറ്റി നിനക്ക്, എന്താണ് ഇഷ്ടപ്പെട്ടില്ലേ, ഈ ഒരു ഫുഡ് ഓപ്ഷൻ ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേറെ ഓപ്ഷൻസ് ട്രൈ ചെയ്യാം, മോൻ എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ചോയ്സ് കൊടുക്കുക. ചോയ്സ് കൊടുക്കുമ്പോൾ മിൽക്കി ബാറും ചോക്ലേറ്റും ഒന്നും അല്ല കൊടുക്കേണ്ടത്, ട്രീറ്റ്സ് അല്ല കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ബ്രൈബ് അല്ല ചെയ്യേണ്ടത്. അതിന് പകരം പ്രോപ്പറായിട്ട് നമ്മൾ കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഹെൽത്തി ഓപ്ഷൻസ് ഉണ്ട്, നിനക്ക് ബനാന വേണോ ആപ്പിൾ വേണോ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ എന്താണോ ഫ്രൂട്ട്സ് അവൈലബിൾ ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ എന്താണോ ഫുഡ് ഓപ്ഷൻസ് ഉള്ളത്, ആ 2 ഓപ്ഷൻസ് കൊടുത്തിട്ട് കുട്ടികളോട് ചൂസ് ചെയ്യാൻ പറയുക. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കൺവേ ചെയ്ത് കഴിയുമ്പോഴാണ്. നോർമലി നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു ഇത് നിന്നെ കൊണ്ട് പറ്റില്ല എന്നുണ്ട്, അല്ലെങ്കിൽ മാറ് ഞാൻ അത് ചെയ്തോളാം, ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, എത്ര ഈസി ആയിട്ടുള്ള കാര്യമാണ്, ഇതുപോലും നിനക്ക് ചെയ്യാൻ പറ്റില്ലേ എന്ന് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കുട്ടികളുടെ കോൺഫിഡൻസിനെയാണ് കുറയ്ക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രശ്നം നമ്മളോട് പറയുമ്പോൾ നമ്മൾ അവിടെ വാലിഡേറ്റ് ചെയ്യുന്നില്ല. അതേസമയം ഒരു മോണ്ടിസറി പാരന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ കുട്ടികളുടെ ആ ബുദ്ധിമുട്ടിനെ വാലിഡേറ്റ് ചെയ്യുക. മോനെ ചെയ്യാൻ പറ്റുന്നില്ലേ, ഇറ്റ്സ് ഓക്കെ, എവിടെയാണ് നിനക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണേ, എന്ത് കാര്യമാണ് നിനക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തത് എന്ന് പറഞ്ഞ് കുട്ടിക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കേട്ട് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് അവരെന്ത് പ്രശ്നമാണോ പറയുന്നത് അതിനെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുക. നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്, അവർ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക, അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അടുത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം സമയമാകുമ്പോൾ പാരന്റ്സ് ഫേസ് ചെയ്യുന്ന ഒരു കോമൺ ഇഷ്യൂ ആണ് അവർ കളിച്ചു കഴിഞ്ഞിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ വലിച്ചു വാരിയിടുന്നത്. നമുക്കിതും 2 രീതിയിൽ ചെയ്യാം അല്ലേ. നമ്മുടെ നോർമൽ രീതിയിലാണെങ്കിൽ എന്ത് ചെയ്യും, മൊത്തം വലിച്ചിട്ടിരിക്കുകയാണ്, ഇനി എന്ത് ചെയ്യാം, ഞാൻ എല്ലാം കൂടെ പറക്കി വെക്കാം, അങ്ങോട്ട് മാറി നിന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ എല്ലാം അടുക്കി ഒതുക്കി വെക്കുന്നു. രണ്ടാമത് മോണ്ടിസറി രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നതിന് പകരം കുട്ടിയോടും കൂടെ ആ ഒരു കോർപ്പറേഷൻ ആവശ്യപ്പെടും. ഓക്കെ മോനെ, നീ കളിച്ചു കഴിഞ്ഞോ, പക്ഷെ നീ ഇത് എടുത്തു വെക്കാൻ മറന്നു പോയിട്ടുണ്ടല്ലോ, അമ്മയും കൂടെ നിന്നെ ഹെൽപ്പ് ചെയ്യാം, നമുക്ക് ഓരോന്നിലായിട്ട് കാറ്റഗറൈസ് ചെയ്ത് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാം, ഓക്കെ എന്ന് പറഞ്ഞ് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബ്ലെയിം ചെയ്യാതെ അല്ലെങ്കിൽ അവർ ഒരുപാട് റഷ് ചെയ്യാതെ പ്രോപ്പറായിട്ട് റീസൺ ചെയ്ത് പ്രോബ്ലം ഉണ്ടായാൽ അത് സോൾവ് ചെയ്യാനുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് ബേസ് ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള രീതിയിലായിരിക്കണം ഓരോ സമയം നമ്മൾ ആക്ട് ചെയ്യേണ്ടത്. നോർമൽ പാരന്റ്സ് റിയാക്ട്സ്, മോണ്ടിസറി പാരന്റ്സ് റെസ്പോൺസ്. അതായത് ഒരാള് കുട്ടികളെ ചിന്താശേഷി പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നു, അടുത്ത ആള് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. സോ യു ചൂസ്, നിങ്ങൾ ഇതിൽ ഏതാണെന്നുള്ളത്.